നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിന്റെ വാസ്തു ഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ അല്ലെ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിട്ടുള്ള ഒരു വീടിൻ്റെ അനുഭവ കഥയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് ഞാൻ വാസ്തുവിദ്യ ആദ്യമായിട്ട് ഗുരുകുലത്തുനിന്ന് പഠിച്ചിറങ്ങി പിറ്റേ വർഷം ഒരു 4 കെട്ട് കേരളീയ രീതിയിൽ വാസ്തുവിദ്യയെ കൂടി ആദ്യമായിട്ട് ഞാൻ ചെയ്ത ഒരു 4 കെട്ട് ഭവനത്തിൻ്റെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇത് 1999 ഞാൻ പൂർത്തിയാക്കിയ ഒരു വീടാണ്. അത് വാസ്തുവിദ്യ ഞാൻ 1997 പഠിച്ചിറങ്ങുന്നു. 98 കാലഘട്ടത്തിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ വന്ന ഏറ്റവും നല്ല ഒരു വാസ്തുഭവനം എന്ന് തന്നെ ഇതിന് പറയാം. ഇതൊരു 4 കെട്ടാണ്. ഒറ്റ നിലയായിട്ട് ഞാൻ പണിത ഒരു വീടാണ്. ഈ വീടിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ചുരുക്കി ഉള്ള സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ഏകദേശ കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒന്ന്, ഇത് കൊച്ചിയിൽ കാക്കനാട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് കിഴക്ക് വശത്തായിട്ടാണ് ഞാൻ ഈ വീട് പണിയാനുള്ള എനിക്കൊരു അവസരം, ഒരു ഭാഗ്യം കിട്ടിയതെന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ മിൽമയിലെ ഒരു ജനറൽ മാനേജറായിരുന്ന CV തോമസ് എന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിന് ഞാൻ തിരുവനന്തപുരം ഉള്ളൂർ ഒരു നല്ല വീട് വാസ്തുവിദ്യ പ്രകാരം ആദ്യം ചെയ്തു 97. ആ വീടിൻ്റെ പാലുകാഴ്ചയോടനുബന്ധിച്ച് അവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നല്ല വീട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഒരു വീട് ഇങ്ങനെ കാക്കനാട് കൊച്ചിയിൽ ചെയ്യാൻ പറ്റുമോ, അതെന്താ ചെയ്യാൻ പറ്റും, അപ്പോൾ അതിനെ എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഭാഗ്യമായിട്ടും അല്ലെങ്കിൽ എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ അത് ചെയ്തു കൊടുക്കാനും തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ആ സ്ഥലം പോയി കണ്ടു. 25 സെൻറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. 25 സെൻറ്റ് വളരെ ഉത്തമമായിട്ട് വാസ്തുവിദ്യ അന്ന് ഞാൻ പഠിച്ചിറങ്ങിയ സമയമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ ഇന്ന് ഈ നിലയിൽ ഇത്രയും പരിചയമൊന്നും എനിക്കില്ല. 98 ഞാൻ ഇത് വർക്ക് അവിടെ പോയി തുടങ്ങുന്നത്. അപ്പോൾ അറിയാമല്ലോ 1998 കേരളത്തിൽ ഇവിടെയൊക്കെ വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള പുതിയ നിർമ്മാണങ്ങൾ, പഴയത് ധാരാളം അതിനു മുമ്പ് എത്രയോ മനകളും കൊട്ടാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു ആധുനിക രീതിയിൽ ഒരു ഭവനം, ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള പ്രക്രിയയ്ക്ക് തുടക്കം കുറിച്ച ഒരാളെന്ന രീതിയിലും അതിന് ആദ്യമായിട്ട് ഒരു നിമിത്തമായിട്ട് മാറിയ ഒരു നല്ല വീടുമാണ് ഇന്ന് ഞാൻ ഈ പരിചയപ്പെടുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഈ വീട്ടിനെ പറ്റി നമുക്ക് സംസാരിക്കാനുണ്ടെങ്കിലും അതിലേക്ക് നമുക്ക് പോകാനുള്ള സമയമില്ല. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഈ വീടിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഡിസൈനും എല്ലാം ഞാൻ പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ പ്രകാരം അന്ന് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എൻ്റെ അറിവിൻ്റെ ഇത് വെച്ചും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു 4 കെട്ട് ഭവനാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ അന്ന് അതുവരെ ഇല്ലായിരുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, കേരളത്തിൽ പുതിയ തലമുറ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു വാസ്തുവിദ്യ പ്രകാരം ഒരു 4 കെട്ടോ തറവാടുകളോ അങ്ങനെ പ്രചാരത്തിലില്ല. ആകപ്പാടെ കുറച്ച് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കാണിപ്പയ്യൂരിനെ പോലെയുള്ള ആളുകളും പയ്യന്നൂർ കേശവാചാര്യ, കോയിത്തിട്ട, അങ്ങനെ പ്രഗത്ഭരായ ആൾക്കാർ പഴയ കാലത്ത് വീടുകൾ പണിത് കൊടുത്തിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇവരെല്ലാം തന്നെ ഈ സമയത്തൊക്കെ വീട് നിർമ്മാണത്തിൽ നിന്ന് മാറി ക്ഷേത്രങ്ങളുടെ കണക്കുകൾ മാത്രം നോക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഞാനിത് തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ ഞാൻ വാസ്തുവിദ്യ പഠിക്കാനും അതിൻ്റെ ആദ്യമായിട്ട് ഒരു 4 കെട്ട് കേരള ശൈലിയിൽ നടുമുറ്റത്തോടു കൂടി ഒരു വീട്, അതെല്ലാ മുറികളുടെയും കണക്കുകൾ നോക്കി കൃത്യമായിട്ട് വീടിൻ്റെ പര്യന്ത ചുറ്റ് അതിൻ്റെ കണക്കെല്ലാം നോക്കി ചെയ്ത ഒരു വളരെ വിശേഷപ്പെട്ട ഒരു വീടാണ്. ഈ വീടിനെ നമ്മൾ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അളവുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് വേറൊന്നുമല്ല, 99 ഇത് പൂർത്തിയാക്കിയത്. 1998 ഈ വർക്ക് തുടങ്ങുന്നത്. അന്ന് ഞാൻ വാസ്തുവിദ്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നു എന്ന് പ്രേക്ഷകർക്കും
എന്നെ സ്നേഹിക്കുന്നവർക്കും ഇതുവരെ ഞാൻ പോയിട്ടുള്ള എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് അംഗീകരിച്ചിട്ടുള്ളവർക്കും ഇതൊരു ഉദാഹരണമായിട്ടും കൂടി ഞാൻ ഈ വീടിനെ എടുത്ത് കാണിക്കുകയാണ്. ഇതിന് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. വാസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതും കൂടെ സൂചിപ്പിക്കാം. ഇതിൽ ഈ വീട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അവിടെ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേരെ ഫ്രണ്ടിലായിരുന്നു ഈ വീട് പണിതത്. അതിൻ്റെ നിർമ്മാണം മുതൽ ആ എഞ്ചിനീയറിംഗ് കോളേജിലുള്ള സ്റ്റുഡൻസ്, അധ്യാപകർ ഇത് നിരന്തരം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവരൊക്കെ നോക്കിയപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു ആർക്കിടെക്റ്റാണ് ഈ വന്ന് ഇതൊക്കെ ചെയ്യുന്നത്, വാസ്തുവിദ്യ അനുസരിച്ചിട്ടാണെന്നുള്ള അവർ നാട്ടുകാർ പറഞ്ഞുള്ള അറിവ് അവർക്കുണ്ടായിരുന്നു. അങ്ങനെ പാലുകാച്ച് ദിവസം നല്ല രീതിയിൽ ആ പാലുകാച്ച് ഫംഗ്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോൾ കോളേജിൽ നിന്ന് ഒരു പ്രൊഫസർ വന്ന് ഈ വീട്ടുടമസ്ഥൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു, ഈ വീട് കുട്ടികൾക്കൊന്ന് കയറി കാണണമെന്നുണ്ട്, അതിനുള്ള ഒരു പെർമിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചു. കാരണം കോളേജ് വിദ്യാർത്ഥികളല്ലേ. അപ്പോൾ ഇത് ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയത്താണ്. അത് അന്ന് കാണുന്നതിൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അന്ന് വീട്ടുടമസ്ഥനും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ആ കോളേജിലുള്ള ഒട്ടുമിക്ക വിദ്യാർത്ഥികളും, എനിക്ക് ഇന്നും അത് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു രോമാഞ്ചം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. വരിയായിട്ട് വിദ്യാർത്ഥിനികൾ ഈ വീട് വന്ന് ക്യൂ ആയിട്ട് നിന്ന് എൻ്റെ എല്ലാ പോർഷനും നടന്ന് കണ്ട്, അധ്യാപകരും ഏറ്റവും നല്ല ഒരു അഭിപ്രായം പറഞ്ഞ ഒരു വീടും കൂടെയാണ്. അതെനിക്ക് ഇന്നും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ അന്ന് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ഒരാളും ഈ കൂട്ടത്തിൽ ആ സമയത്ത് ഈ വിദ്യാർത്ഥികൾ ഉള്ള സമയത്താണ് അദ്ദേഹം അവിടെ വന്നത്. അദ്ദേഹം ഇത് വീട് കണ്ട് അതിശയിച്ചു പോയി. കാരണം ഇങ്ങനെയും നമുക്ക് ഇന്നത്തെ കാലത്ത് പഴയ രീതിയിൽ വീടുകൾ പണിയാൻ പറ്റുമെന്നുള്ള ഒരു ദൃഷ്ടാന്തം തന്നെയാണെന്ന് അദ്ദേഹവും അഭിപ്രായപ്പെട്ടു. അതിന് കാരണം ഈ വീട്ടിൻ്റെ നിർമ്മാണ ശൈലി നോക്കിയാൽ മനസ്സിലാവും. അതുവരെ അവഗണിക്കപ്പെട്ട് കിടന്നിരുന്ന, പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച നിലയിലുണ്ടായിരുന്ന പഴയ നിർമ്മാണ ശൈലിക്ക് ഒരു തുടക്കം കുറിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളത് ഈ വീടോടുകൂടി ഞാൻ വെളിപ്പെടുത്തി. അതിൽ ആദ്യമായിട്ട് പറയട്ടെ, ഒരു വരാന്ത. ആ വരാന്തയ്ക്ക് ഫ്രണ്ടിൽ ഒരു കാർ പോർച്ച് പൂകം പോലെ പ്രൊജക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ കയറുമ്പോൾ ഒരു സ്വീകരണ മുറി. അവിടുന്ന് നേരെ നോക്കുമ്പോൾ ഒരു നടുമുറ്റം. ആ നടുമുറ്റത്തിന് ചുറ്റും 3 ബെഡ്റൂമും അടുക്കള മറ്റ് സൗകര്യങ്ങളുള്ളിടത്ത ഒറ്റ നിലയായിട്ടുള്ള ഒരു വീടാണ്. ആ വീട്ടിൽ അതിൻ്റെ അടുത്ത പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഇതിലാണ് ഞാൻ ആദ്യമായിട്ട് കേരളീയ ശൈലിയുടെ പഴയ കാലത്തുള്ള നിർമ്മാണത്തിൻ്റെ ഒരു തിരിച്ചു വരവിന് ഞാൻ തുടക്കം കുറിച്ചത്. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പില്ലർ നോക്കിയാൽ ആ വരാന്തയിൽ വരുന്ന തൂണുകൾ, അന്ന് വരെ അങ്ങനെ ഒരു സമ്പ്രദായമൊന്നുമില്ല. പഴയ കാലത്തുള്ള മനകളിലും കൊട്ടാരങ്ങളിലും ഒക്കെ ഇതുണ്ടായിരുന്നു. പക്ഷേ ആധുനിക കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ ആദ്യമായിട്ട് തുടക്കം കുറിച്ച് അതിൻ്റെ ഡിസൈൻ, കോർണീസ് വർക്ക് എന്ന് നമ്മൾ പറയും, അത് തുടക്കം കുറിച്ചു. അത് കഴിഞ്ഞ് ആ വീട്ടിനകത്തൊരു ആർച്ച്, അതിലും ഒരു പഴയ കാലത്തുള്ള ഒരു വർക്കിൻ്റെ തുടക്കം. പിന്നെ മൂന്നാമത് വരുന്നത് അതിൻ്റെ കൂര, അല്ലെങ്കിൽ അതിൻ്റെ ചരിച്ചുള്ള നമ്മൾ പഴയ ഓടിട്ട വീടിൻ്റെ അതേ കണക്കിലും അതേ രീതിയിലുള്ള വാർപ്പ് ചെയ്ത് അതിനകത്ത് ഓടിട്ട ഒരു രീതിയിൽ കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് കുതിരക്കാലിൻ്റെ ഒരു ചെറിയ പോർഷൻ എൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തത്. ഈ കുതിരക്കാൽ ആദ്യമായിട്ട് ഞാൻ കോൺക്രീറ്റിലാണ് ഇത് ചെയ്തത്. അത് തുടക്കം അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അന്നോട്ട് ഇങ്ങനെയുള്ള എൻ്റെ എല്ലാ നിർമ്മാണത്തിലും താല്പര്യമുള്ളവർക്ക് വുഡിലും കോൺക്രീറ്റിലും ഇതേപോലുള്ള ശൈലിയിലുള്ള ധാരാളം വർക്ക് ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിനെ അനുകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറ്റ് ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു പ്രചോദനമാവുകയും അത് ഒരു വ്യാപകമായിട്ട് അതൊരു പ്രചാരത്തിൽ എത്തുകയും ചെയ്ത ഒരു കാലഘട്ടം അതിന് ശേഷം ഉണ്ടായി എന്നുള്ളത് ഇത് വിലയിരുത്തുന്നവർക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പ്രത്യേകതയുള്ള ഒരു വീടായിരുന്നു. അടുത്ത ഒരു പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീട് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളിൽ നിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. അത് ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും
കേരളമതി, മനോരമ, മാതൃഭൂമി, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് എല്ലാ പത്രങ്ങളിലും എൻ്റെ ഈ വീടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ നല്ല ഭംഗിയായിട്ട് ന്യൂസായിട്ട്, പരസ്യമല്ല ന്യൂസായിട്ട് കൊടുത്തു. അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടെ ഞാൻ ഇതിനിടയ്ക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രചാരം, അതോടുകൂടിയാണ് കേരളത്തിൽ ഈ കേരളീയ ശൈലിയിലുള്ള നാലുകെട്ടും തറവാടുകളും കൂരയും അതിൻ്റെ ഗേബിൾ ഒക്കെ തിരിച്ചു വരാനായിട്ട് ഞാൻ ഒരു കാരണക്കാരനായിട്ട് മാറിയത്. ഇന്ന് പലർക്കും അതിൻ്റെ അവകാശങ്ങൾ വേറെ പലരും നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ആർക്കിടെക്റ്റുകൾ, ഡിസൈനേഴ്സ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൾക്കാരെ കൊണ്ട് അതൊക്കെ അതിനൊരു പ്രചോദനം കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ തുടക്കമിടാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സാരം. ഇനി നമുക്ക് ഈ വീട്ടിൻ്റെ പ്ലാനും അതിൻ്റെ വാസ്തുപരമായ കണക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഭൂമിയാണ്. വാസ്തുപരമായിട്ട് നമ്മൾ ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുള്ളതനുസരിച്ചിട്ട് കിഴക്കോട്ട്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ചരിഞ്ഞ ഒരു ഭൂമിയാണ് എനിക്ക് കിട്ടിയത്. അതിനെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നമ്മളൊരു പൂർണ്ണമായിട്ടും വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഡിസൈൻ കൊടുക്കുകയും അതിനെ കണക്കാക്കി അത് പൂർത്തീകരിക്കുകയും ഇന്ന് ഇത്രയും വർഷമായില്ല, ഞാൻ പറഞ്ഞ 99 പാലുകാച്ച് കഴിഞ്ഞ ആ വീട് കഴിഞ്ഞ ദിവസം ഞാൻ ഇടയ്ക്ക് അവിടെ ഒന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ അന്നെടുത്ത, ഞാൻ ഈ ഇടക്കാലത്ത് പോയെടുത്ത ആ വീടിൻ്റെ ഇന്നത്തെ അവസ്ഥയും നമുക്ക് ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ വീട് കിഴക്ക് വീടും പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഒരു കണക്കിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അന്ന് ഞാൻ അതിനകത്ത് കൊടുത്തത് 80 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവാണ് ഞാനകത്ത് കൊടുത്തത്. പ്രധാന വീടിൻ്റെ ആകെ ചുറ്റളവ് 80 അങ്കുലം, ദീർഘം 21 അങ്കുലം, വിസ്താരം 19 ദർശനം പടിഞ്ഞാറ്, ധ്വജയോനി. ഇതിൻ്റെ സാമാന്യ ഫലം: വരവ് 7, ചെലവ് 3, നക്ഷത്രം തിരുവോണം, വയസ്സ് യൗവനം, തിഥി ത്രയോദശി, കരണം കഴുത, ആഴ്ച ശുക്രൻ, ഉത്തമം. ഇത് 1999 ഞാൻ ഈ പ്ലാന് തയ്യാറാക്കി അന്ന് എഴുതിയ പ്ലാൻ അതേപോലെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. എനിക്ക് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇതിൽ തന്നെ നിന്ന് പോകാനുള്ള പ്രധാന കാരണം ഈ വീട് ഇതിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അത്രയും കൃത്യമായ കണക്കോട് കൂടിയാണ് ഞാൻ ഈ പ്ലാൻ അന്ന് തയ്യാറാക്കി. ആ സെയിം പ്ലാനിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ സ്കാൻ ചെയ്ത് നിങ്ങളെ ഇപ്പോൾ കാണിക്കുന്നത്. ഇതിൻ്റെ വാസ്തുപരമായിട്ടുള്ള മെഷർമെൻറ്റിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായിട്ട് ഒരു വരാന്തയുണ്ട്. അതിൻ്റെ വീതി എന്ന് പറഞ്ഞത് 270 സെൻറ്റിമീറ്റർ വിസ്താരമുള്ള ഒരു 3 ചുറ്റും ചുറ്റളവിൽ 3 ചുറ്റും ഒരു ഷേപ്പിൽ യു ഷേപ്പിൽ വന്നിരിക്കുന്ന ഒരു വരാന്തയാണ് എൻ്റെ ഒരു പ്രധാന ഘടകം. ഈ വരാന്തയിൽ തന്നെ നല്ല ഭംഗിയായിട്ട് തൂണുകൾ കൊടുത്ത് അതിനെ ഡിസൈൻ കോർണീസ് വർക്ക് ചെയ്ത് പ്ലെയിനായിട്ട് ചെയ്ത് അതിനെ പെയിൻ്റ് അടിച്ച്, അപ്പോൾ അത് തന്നെ പഴയ കാലത്തുള്ള ഒരു വീട്ടിൻ്റെ ഒരു ഓർമ്മ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ അന്ന് ശ്രമിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണുന്നത് മധ്യത്ത് ഒരു മെയിൻ ഡോറാണ്. ആ മെയിൻ ഡോറിൽ നിന്ന് നേരെ ബാക്ക് അറ്റം വരെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നടുമുറ്റം. അത് കഴിഞ്ഞ് കിച്ചണിലേക്ക് പോകുന്ന ഡോറ്, അത് കഴിഞ്ഞ് പുറത്തേട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ മധ്യസൂത്രമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത്, ഇതിനകത്ത് ഒരു വലതുവശത്തായിട്ട് ഒരു ഡ്രോയിങ് ഹാളുണ്ട്. ആ ഡ്രോയിങ് ഹാൾ എന്ന് പറഞ്ഞാൽ 28 അങ്കുലം എന്നുള്ള ഒരു ചുറ്റളവാണ്. അതിൻ്റെ ദീർഘവിസ്താരം പറയുകയാണെങ്കിൽ 7 അങ്കുലവും 6 അങ്കുലവും എന്നുള്ള ഒരു ചുറ്റളവിൽ വളരെ വിശാലമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു സ്വീകരണ മുറിയാണ് അതിലുള്ളത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ഓഫീസ് റൂമുണ്ട്. അതിൻ്റെ ചുറ്റളവ് 20 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ്. അത് 5 അങ്കുലം 4 എന്നുള്ള കണക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്റർ ആണെങ്കിൽ 384 × 378 സെൻറ്റിമീറ്റർ.
അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഒരു കോർട്ട്യാർഡാണ് നടുക്ക്. ആ കോർട്ട്യാർഡ് അതിന് ഒരെണ്ണം ഒരു ഭിത്തിയോട് ചേർന്നും മറ്റൊന്ന് 3 പില്ലർ കൊടുത്ത് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ നേരെ പാസ് ചെയ്ത് വരുമ്പോൾ ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ വലതുവശത്ത് അടുത്ത ബെഡ്റൂമാണ്. അത് 21 കോൽ 16 അங்குലം എന്നുള്ള ചുറ്റളവാണ് ആ ബെഡ്റൂമിൻ്റെ കണക്ക്. അതിൽ 6 കോൽ 6 അங்குലവും 14 കോൽ 14 അங்குലവും കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിൽ. അന്ന് ഞാൻ പറഞ്ഞില്ലേ 99 മുതലേ ഞാനിതെല്ലാം പാലിച്ചിട്ടാണ് ഓരോ വീടും ചെയ്യുന്നത്. അതിൻ്റെ ബെഡ്റൂമിൻ്റെ പൊസിഷൻ കിഴക്കോട്ട് തലവെച്ച് കിടക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഒരു ടോയ്ലറ്റ്. രണ്ടാമത്തെ ബെഡ്റൂം ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കാണുമ്പോൾ വലതുവശത്തായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് 20 കോൽ 8 അങ്കുലം. അതിൻ്റെ ദീർഘവിസ്താരം എന്ന് പറഞ്ഞാൽ 5 കോൽ 14 അങ്കുലം 4 കോൽ 14 അങ്കുലം എന്നുള്ള ഒരു കണക്കിലാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞത് ഡൈനിങ് ഹാളിൻ്റെ ഇടതുവശത്തായിട്ട് 24 കോൽ 10 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ്. അതിൻ്റെ അളവെന്ന് പറയുന്നത് 7 കോൽ 6 അങ്കുലവും 4 കോൽ 22 അങ്കുലവുമാണ്. പിന്നെ വരുന്നതാണ് വിശാലമായിട്ടുള്ള ഒരു കിച്ചണ്, സ്റ്റോറ്, വർക്ക് ഏരിയ. ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ കിച്ചൻ്റെ അളവെന്ന് പറഞ്ഞത് 20 കോൽ 16 അങ്കുലം എന്നുള്ള ഒരു കണക്കാണ്. അത് 4 കോൽ 2 അങ്കുലവും 6 കോൽ 6 അങ്കുലം എന്നൊരു കണക്കാണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 4 കെട്ട് ഒറ്റ നിലയിലുള്ള ഒരു 4 കെട്ടാണ് ഞാൻ അന്ന് ഈ 99 പൂർത്തിയാക്കി ഈ കാണുന്ന വീട്. ഈ വീടിൻ്റെ പുറമേയുള്ള ഒരു ഏകദേശം രൂപം എന്ന് പറയുമ്പോൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ അന്ന് ഒരു പടിപ്പുര കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് ഈ പടിപ്പുര എന്നൊക്കെ പറഞ്ഞാൽ പഴയ കാലത്തുള്ള നമ്മൾ മനകളിലും ഇതൊക്കെ മറ്റ സ്ഥലങ്ങളിലുമൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളൂ എങ്കിലും ഒരു പുതിയ നിർമ്മാണത്തിൽ ആദ്യമായിട്ട് പടിപ്പുര അല്ലെങ്കിൽ ഒരു സിംഗിൾ ഗേറ്റ് നേരെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ അതൊരു ഒരു ചെറിയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ തുടക്കം കുറിച്ചതും ഈ വീട്ടിൽ വെച്ചാണ്. അത് കഴിഞ്ഞ് എൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു റോഡുണ്ട്. അതിങ്ങനെ തെക്ക് വശത്തോട്ട് കറങ്ങി വരുമ്പോൾ അവിടെ കൂടെയാണ് ഈ വീട്ടിലേക്കുള്ള കാർ പോർച്ചിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞത് ഈ 25 സെൻറ്റിൽ ഇങ്ങനെ ഒരു വീട് പണിതിട്ട് അതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ആലോചിക്കണം. ഈ അത്രയും പഴയ കാലഘട്ടത്തിൽ ഈ വീട്ടിനോട് അനുയോജ്യമായിട്ടുള്ള പ്രകൃതിക്കും അതിൻ്റെ എല്ലാ രീതിയിലും അനുയോജ്യമായ രീതിയിലുള്ള ഒരു ലാൻഡ്സ്കേപ്പിംഗ് അന്ന് ചെയ്ത് ഇന്നും അതേപോലെ തന്നെ അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്രയും വർഷമായിട്ട് അത് പഴയതും ആ പഴയ ഫോട്ടോ ഞാൻ അന്നെടുത്ത പാലാച്ചിനെടുത്ത ഫോട്ടോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതേസമയം ഈ ഇടയ്ക്ക് ഞാൻ ആ വീട്ടിൽ അവിടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു മിൽമയിലെ ജനറൽ മാനേജരായിരുന്നു. ആ വീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ചെയ്തു. ആ കുടുംബം വളരെ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നു. 84ാമത്തെ വയസ്സിൽ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് അദ്ദേഹം അന്തരിച്ചു. ആ മരണാനന്തര ചടങ്ങിന് ഞാൻ അവിടെ പോയി അന്നെടുത്ത ഫോട്ടോയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നോക്കണം, പഴയ ആ വീടും പുതിയ ഒരു വീട് ഇത്രയും വർഷം പഴക്കത്തിൻ്റെ ഒരു ഇത് തോന്നിക്കുമെങ്കിലും അത് അത്രയും ഐശ്വര്യമുള്ള അവരുടെ ആ ബന്ധം എനിക്ക് ഇന്ന് നിലനിർത്താൻ പറ്റുന്നതും ഞാൻ അവിടെ കയറി ചെല്ലുമ്പോൾ അവരുടെ ഒരു സ്നേഹവും അതിൻ്റെ ഉയർച്ചയും എല്ലാം അവർ ഓരോന്നും നമ്മളോട് പറയുമ്പോൾ വളരെയധികം എനിക്ക് ഒരു എന്താ പറയുക ഈശ്വരാധീനം പോലെ തോന്നുകയും അത് ഞാൻ ഇന്നും ഒരു എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു ശ്വാസവായു പോലെ വാസ്തുവിദ്യ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചതും ഇത്തരം വീടുകളുടെ നിർമ്മാണവുമാണ്. അപ്പോൾ ഇതുപോലുള്ള അനേകം വീടുകൾ ഞാൻ ഇനിയും നിങ്ങളോട് പരിചയപ്പെടുത്തും. അതിന് നിങ്ങൾ എനിക്ക് തരേണ്ട ഒരു പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം കാണുന്നവർ ഇത് കൃത്യമായിട്ട് മറ്റുള്ളവർ പറയുന്നത് പോലെ ഒരു ബിസിനസ് ആവശ്യത്തിനല്ല, ഞാൻ ചെയ്ത ഈ വർക്കുകൾ പൊതുജനത്തിൻ്റെ ഇടയിൽ അത് അറിയാതെ വരുന്നവർക്ക് വേണ്ടി, പുതിയ തലമുറയ്ക്ക് വേണ്ടി, കാണുന്നതിന് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടുകയും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.